വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗെറ്റ് ടുഗദർ നടത്താണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ. കുഞ്ഞാപ്പിനേട്ടനൊക്കെ റെഡി ആയി. ഇതാരിത് കണ്ണട കഴിച്ചിട്ട് കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ട് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ ഗൈസ്? അങ്ങനെ എല്ലാവരും എത്തിയിട്ടോ ആ സ്പോട്ടിൽ. പിന്നെ സെറ്റിലാവാൻ കുറച്ചധികം ടൈം എടുക്കും, കാരണം പിള്ളേരൊക്കെ ഉള്ള കാരണം കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഒരാളെങ്കിലും വിളിക്കും, ഒരാളങ്ങോട്ടും. അപ്പൊ ആ ടൈം കൊണ്ട് സാറുമാരൊക്കെ ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ സെർവ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഗെറ്റ് ടുഗദർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള 2 സാറുമാർ ജയ്സാൽമീർ വിട്ട് പോവാണ്. അപ്പൊ അവർക്ക് നമ്മളെ വക ഒരു ട്രീറ്റ് കൊടുക്കാം. ഈ ചേട്ടൻ വളരെ പാവമാണ് കേട്ടോ. അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ, ഇത്രയും പാവപ്പെട്ട ഒരു മനുഷ്യൻ നിങ്ങളുടെ പഞ്ചായത്തിൽ പോയിട്ട് രാജ്യത്ത് പോലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഈ പാവത്തിന് ആരും മറക്കല്ലേ. ഇവള് ആക്ച്വലി ഇങ്ങനെ ഇരിക്കണത്, ഇവൾക്ക് ഞാൻ ഇങ്ങനത്തെ ഒന്നും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ കഴിക്കണോ കഴിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അവിടെ ഇരിക്കുന്നത്. അതാണ് ഇങ്ങനെ വായി തുറക്കാണ്ടിരിക്കുന്നത്. അടുത്തതാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം വരുന്നത്. ഈ നടുക്കുള്ള 2 സാറുമാരാണ് ജയ്സാൽമീരിൽ നിന്ന് പോണത്. സാറെ, ഒരു ചെറിയൊരു അപേക്ഷയുണ്ട്. എനിക്ക് മൊമെന്റോ തരാൻ ഞാൻ എന്റെ ചാത്തമാരെ ക്ഷണിച്ചോളുന്നു. ചുരുളിയിലെ ചാത്തമാരെ ക്ഷണിച്ചോളുന്നു. ഞാൻ ചുരുളി എന്ന് മാത്രമേ പറയത്തുള്ളൂ. ചുരുളിയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് ചുരുളി. ഇവിടുത്തെ ഒരു ഓർമ്മയ്ക്കായി നമ്മളെല്ലാവരും ചേർന്ന് 2 സാറുമാർക്ക് ഒരു മൊമെന്റോ കൊടുത്തേ. എല്ലാവർക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. ഈ ഫോർമൽ സ്പീച്ച് ഒന്നും അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ പറയാം. വർഷം 2022 ഒരു ഫെബ്രുവരി മാസം അമ്മയോട് പറഞ്ഞു, അമ്മേ എന്റെ പോസ്റ്റിംഗ് വന്നു ജയ്സാൽമീറിലേക്ക്. അമ്മ നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അതെ എവന്റെ പോസ്റ്റിംഗ് വന്നു. അപ്പം ഇതെല്ലാം കൂടെ കഴിഞ്ഞു ഞാൻ അങ്ങോട്ട് വന്ന് അമ്മയോട് പറഞ്ഞു, ഞാനൊന്നു പോയി വൈഫിനോട് കാര്യം പറഞ്ഞിട്ട് വരും. അമ്മ എന്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, അരുതുമ്മി അരുത്. എനിക്ക് 57 വയസ്സായി, അച്ഛൻ 62 വയസ്സായി. ഇനിയും നമുക്ക് 2 പിള്ളേരും കൂടെ നോക്കാൻ വയ്യ. ഓക്കെ, നൗ ജോക്സ് അപ്പാർട്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് നല്ല നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലേ. നാളെ നമ്മളിലും ഓരോരുത്തരും ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. എത്രയൊക്കെ അകലെ പോയാലും എത്രയൊക്കെ ദൂരെ പോയാലും ആ ഒരു ഹാപ്പി മൊമെന്റ്സ് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ എവിടെ പോയാലും എവിടെയാണെങ്കിലും സ്റ്റേ ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ലേഡീസിന്റെ മ്യൂസിക്കൽ ചെയർ ആയിരുന്നു. ലേഡീസിന്റെ മ്യൂസിക്കൽ ചെയർ കഴിഞ്ഞപ്പോൾ ഇതാ അടുത്തത് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ മ്യൂസിക്കൽ ചെയർ. അക്ഷരത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. സമ്മാനം ഗ്രൂപ്പാണ്. 2ാം സമ്മാനത്തിന് വേണ്ടി അടുത്തത് പിന്നെ ഒബ്വിയസ്ലി ജെൻസിന്റെ ആണ്. അപ്പൊ നമുക്ക് ഇവരുടെ കാണാം കേട്ടോ. JK ചേട്ടാ പൊട്ടിയാ ഓടി
ചേച്ചി പവനായി ശവമായി ആറാണോ ഫസ്റ്റ് ലെറ്റർ റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നത് ടീം ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ ഓടാൻ പറ്റുമോ? കിളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. ഇനി നമുക്ക് ഫുഡ് ടൈമാണ്. നമുക്ക് റൈസ് ഉണ്ടായിരുന്നു, ചപ്പാത്തി, പിന്നെ ചിക്കൻ കറി, ദാൽ കറി, അങ്ങനെ പിന്നെ ഐസ്ക്രീം, അങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൈക്കിൾ വാങ്ങണം, കാറ് വാങ്ങണം, പ്ലെയിൻ വാങ്ങണം, എന്നിട്ട് റോട്ടിൽ കൂടെ അച്ഛൻ നടന്ന് തെണ്ടണം. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? ഫാദറിന് പറയണം. എടാ കാര്യമായിട്ടാണ് ചോദിക്കുന്നത്, ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോന്ന് പറയാ. എടാ ഇതിന്റെ ബ്രേക്ക് എവിടെയെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. കാലന്മാര് ഹായ്, ഭാര്യയോട് ഹായ് പറ. ഹായ് ഹായ് ചേച്ചി. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഇതൊക്കെ എന്ത്? ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ തിരിച്ചു പോകാനുള്ള ടൈം ആയപ്പോൾ എല്ലാവരും അവിടെ ഇവിടേക്ക് ആയിട്ടുള്ള ഫോട്ടോസിന്റെ തിരക്കിലായിരുന്നു. എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക, കഴിഞ്ഞിട്ടില്ല. ചേച്ചിയുടെ തന്നെ പറഞ്ഞോണ്ടിരിക്കണം. ഈ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോഴുണ്ടല്ലോ എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വന്ന ഡയലോഗ് എന്താണെന്നറിയോ? ഷൂട്ട് ചെയ്യേണ്ടത് അതായത് നമ്മുടെ നടി കുളത്തിലേക്ക് ചാടുന്നു, ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. അപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ സാറുമാരത് ആംഗിളൊക്കെ നോക്കാണ് ക്യാമറ വെക്കണതിൻ്റെ, കാരണം കുറേ പേരുള്ള കാരണം എല്ലാവരും ഒരുമിച്ച് കിട്ടണമല്ലോ. ഈ സാറാണ് നമ്മുടെ വീഡിയോ എടുത്തത്. അപ്പോൾ ആ സാറിൻ്റെ ഫോട്ടോ നമ്മുടെ വീഡിയോയിൽ കാണില്ല, അതാണ് ഇതിൽ ആഡ് ചെയ്യണം.
അങ്ങനെ പാർട്ടി കഴിഞ്ഞു ഗൈസ്, എല്ലാവരും അടിച്ചു പൊളിച്ചു. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ നല്ല തലവേദന എടുത്തിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ ടാറ്റാ.